നമുക്കൊരു നല്ല ഹെയർ ഡേ തയ്യാറാക്കാം. ഞാനതിന് ഹെന്ന പൗഡർ, നമ്മുടെ മുടിക്ക് ആവശ്യമായ ഹെന്ന പൗഡർ ചേർക്കണം. മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നെല്ലിക്കപ്പൊടി, ആവല പൗഡർ, നെല്ലിക്കപ്പൊടി. ഹെന്നയുടെ ഓറഞ്ച് നിറം കുറയ്ക്കാൻ ഈ നെല്ലിക്കപ്പൊടി സഹായിക്കും. ഹെന്നയുടെ ഓറഞ്ച് നിറം കുറയ്ക്കാൻ, മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ നെല്ലിക്ക നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഭൃംഗരാജാണ്. ഭൃംഗരാജ് നമുക്ക് എല്ലാവർക്കും അറിയാം. കയ്യോന്നി ഉണക്കി പൊടിക്കുന്നതാണ്. അതിൻ്റെ വേറൊരു പേരെന്നേ ഉള്ളൂ, ഭൃംഗരാജ് എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കയ്യോന്നി തന്നെയാണ് പറയുന്നത്. കയ്യോന്നി നമുക്ക് നമ്മുടെ നാട്ടിൽ കയ്യോന്നി എന്നാണ് ഇതിന് പറയുന്നത്. കയ്യോന്നി മുടിക്ക് ഏറ്റവും നല്ലതാണ്. കിങ് ഓഫ് ഹെയർ എന്നാണ് ഈ കയ്യോന്നിയെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഹെന്നയോടൊപ്പം ചേർത്താൽ, ഭൃംഗരാജ് ചേർത്താൽ, കയ്യോന്നിപ്പൊടി ചേർത്താൽ നാച്ചുറലായിട്ട് മുടി കറുത്ത് കിട്ടാൻ വളരെ നല്ലതാണ്. കൊഴിഞ്ഞു പോയ മുടി കിളിർക്കാനും മുടി വളർച്ച ത്വരിതപ്പെടുത്താനും കയ്യോന്നി നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കോഫി ഡിക്കോക്ഷൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 ഗ്ലാസ് വെള്ളം, വലിയ 1 സ്പൂൺ കോഫിപ്പൊടി ഇട്ടിട്ട് 1/2 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പൂവും കൂടി ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട്. തലനീരിറക്കം അല്ലെങ്കിൽ തലവേദന, കോൾഡ് പിടിക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ളവർ അതിലേക്ക് ഗ്രാമ്പൂവും കുരുമുളകും ചേർക്കാം. ഞാനിതിൽ ഗ്രാമ്പൂ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നമുക്കിത് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇത് മുടിയ റൂട്ട് മുതൽ ഫുൾ ലെങ്ത് വരെ ഇതിൻ്റെ സ്ട്രോങ് ആക്കാൻ ഈ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. മുടി ഡ്രൈ ആകുന്ന പ്രശ്നം മാറ്റി മുടിക്ക് ഷൈൻ കൊടുക്കാനും ഈ കഞ്ഞിവെള്ളം നല്ലതാണ്. ഇതിൽ അമിനോ ആസിഡ്സ് ഉള്ളത് കാരണം, അമിനോ ആസിഡ്സ് ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്. അപ്പോൾ അത് കാരണം ഇത് റൂട്ടിനെ ബലമുള്ളതാക്കിയെടുക്കും. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമുക്ക് മുടിക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഹെന്നയോടൊപ്പം ചേർക്കണം എന്നില്ല. ഹെന്ന ചെയ്യാത്തവർക്ക് നമ്മൾ കുളിക്കുമ്പോൾ ഷാമ്പൂ ചെയ്ത ശേഷം ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് മുടിയൊന്ന് കഴുകി പിന്നെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യണം. അത് മുടിക്ക് നല്ല ഷൈൻ തരും, മുടി ബലമുള്ളതും ആക്കും. അപ്പോൾ നമുക്കിതും അല്പം ചേർത്ത് കൊടുക്കാം. കഞ്ഞി വെക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും, ചോറുണ്ടാക്കുന്നവരാണല്ലോ. അപ്പോൾ അതിലെ കഞ്ഞിവെള്ളം കളയാതെ അത് മുടി കഴുകാൻ ഉപയോഗിക്കണം. അതേപോലെ അതൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് നമ്മുടെ സ്കാൾപ്പിലേക്ക് സ്പ്രേ ചെയ്താലും, കുളിക്കുന്നതിന് മുൻപ് അത് സ്പ്രേ ചെയ്ത് കുറേ നേരം കഴിഞ്ഞ് കുളിച്ചാലും അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമുക്ക് ഒരു 4 to 6, ഒരു 4 മണിക്കൂർ എങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂർ ഇത് അടച്ചു വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. 4 മണിക്കൂറിന് ശേഷം നമുക്ക് ചേർക്കാം. 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം. അത് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില നമുക്കൊന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കാം. ഈ കറിവേപ്പില അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതുകൂടെ അല്പം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം.
ഇതിൽ ഈ കറിവേപ്പില നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഇതിൻ്റെ പ്രോട്ടീനും ബീറ്റാ കരോട്ടിനും നമ്മുടെ മുടി തിന്നായിട്ട് പൊട്ടിപ്പോകാതെ സ്ട്രോങ് ആക്കി വയ്ക്കാനും സഹായിക്കും. കറിവേപ്പില നമ്മുടെ മുടിക്ക് കളർ തരാനും നല്ലതാണ്. മുടിക്കൊരു ഡാർക്ക് ഷൈൻ തരും കറിവേപ്പില. അതുകൂടാതെ ഈ കറിവേപ്പില നമ്മളെപ്പോഴും ഫ്രഷായിട്ടുള്ള കറിവേപ്പില തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് 4 മണിക്കൂർ മുൻപ് നമ്മൾ മെഹന്തി തയ്യാറാക്കി വെക്കുമ്പോൾ ഈ കറിവേപ്പില അന്നേരം നമ്മൾ ഇതിലേക്ക് അരച്ച് ചേർക്കാൻ പാടില്ല. ഇത് 4 മണിക്കൂറിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപ് ഈ കറിവേപ്പില അരച്ച് ചേർത്താൽ മതിയാവും. ഇത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിൻ്റെ റൂട്ടൊക്കെ സ്ട്രോങ് ആക്കാനും ഒക്കെ ഈ കറിവേപ്പില വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ ഇങ്ങനൊരു മെഹന്തി ഉപയോഗിച്ചാൽ, ഇങ്ങനൊരു ഹെന്ന ഉപയോഗിച്ചാൽ അവിടെ ഹെയർ ഫോൾ മാറും, മുടി ഷൈനാകും, മുടിക്ക് നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യും. ഇത് മുടിയുടെ റൂട്ട് മുതൽ എൻഡ് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. മുടിക്കൊക്കെ ആണല്ലോ കളർ കിട്ടാനുള്ളത്. എന്നിട്ട് ഇത് ഷാമ്പൂ ചെയ്ത് ഉണങ്ങിയ മുടിയിലാണിത് പുരട്ടേണ്ടത്. ഇത് മുടിയിലൊട്ടും എണ്ണ കാണാൻ പാടില്ല. എണ്ണയില്ലാത്ത മുടിയിലാണിത് പുരട്ടേണ്ടത്. വെച്ച് നമ്മളൊരു 1.5-2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ ഇത് മുടിയിൽ വെച്ചിരിക്കണം. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത ശേഷം മുടിയൊന്ന് കവർ ചെയ്ത് വെക്കണം, പോളിത്തീൻ ബാഗ് കൊണ്ടോ എന്തെങ്കിലും. എന്നിട്ട് വാഷ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഷാമ്പൂ ചെയ്യാൻ പാടുള്ളൂ. ഇത് 2 മണിക്കൂറിന് ശേഷം നമ്മളിത് പ്ലെയിൻ വാഷാണ് ചെയ്യേണ്ടത്. 48 മണിക്കൂറിന് ശേഷം മാത്രമേ ഷാമ്പൂ ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു നല്ല ഹെയർ ഡൈ ആണ്. നമ്മുടെ മുടിക്ക് നല്ല കരുത്തും തരും, മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരും, മുടി പൊഴിച്ചിലും മാറും. അതുകൂടാതെ മുടിക്ക് നല്ല കട്ടക്കറുപ്പും കിട്ടും. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.